ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പൊടിച്ചത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അരിയുണ്ട ഉണ്ടാക്കാം. അവലോസ് ഉണ്ടെന്നും പറയും, ഇവിടെയൊക്കെ തിരുവനന്തപുരത്തൊക്കെ അരി ഉണ്ടെന്നും പറയും, പിന്നെ വേറെ എന്തൊക്കെയോ പേരുകളുണ്ട്. നമുക്കത് ഉണ്ടാക്കാം. അപ്പം അതിന് ഞാൻ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോറ് വയ്ക്കുന്ന അരി, പുഴുക്കല്ലരി എന്ന് പറയും, പുഴുങ്ങലരി എന്നും പറയും. അപ്പം അത് ഞാൻ വെള്ളത്തിയിട്ട് നല്ലതുപോലെ കഴുകി വാരി വാലയിൽ വെച്ച് തോർത്തി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ വാർന്നു പോയി. പിന്നെ ഞാൻ വലിയ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി എടുത്തത് എൻ്റെ ഈ നാഴിക്കാണ്. ഒരു നാഴി അരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ വലിയ ഒരു മുറി തേങ്ങയും, പിന്നെ അതിനാവശ്യത്തിന് പഞ്ചസാര. ഇത് ഭയങ്കര മധുരം വേണ്ട, അല്ലത്ര ഈ അരിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് മധുരം ഇടാം. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ വറുത്തിട്ടാണ് പൊടിക്കണത് കേട്ടോ. അപ്പം നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് ആദ്യം ഒത്തിരി ഒന്ന് ഭയങ്കര ബ്രൗൺ കളർ ആവണ്ട, എങ്കിലും ഒരുവിധം ഒന്ന് അരി മൊരിഞ്ഞ് വരണത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇട്ടിട്ട്. മുമ്പൊക്കെ നമ്മൾ ഈ അരി വറുത്ത് പൊടിച്ച് ചീനി മാവ് കണക്ക് നമ്മൾ കഴിക്കുമായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഞാൻ ചൂടുവെള്ളത്തിലും കൂടെ കഴുകിയിട്ടുണ്ട്. റേഷൻ അരിയല്ലേ, അപ്പോൾ ഒരു സ്മെല്ല് കാണുമല്ലോ. അപ്പം ചൂടുവെള്ളത്തിലും കൂടെ ഒരു പ്രാവശ്യത്തിൽ വെള്ളം ചൂടാക്കി അങ്ങനെയും കൂടെ കഴുകി ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പം ചട്ടി അനന്ന് ഇനി നമുക്ക് ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം. നമ്മൾ ഈ വെറുതെയൊക്കെ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ ഈ 4 മണി സമയമൊക്കെ ആകുമ്പോൾ ഇത്തിരി ഒന്ന് മധുരമില്ലാത്ത കട്ടൻ ചായ, പിന്നെ ഇതുപോലെ അരി വറുത്ത് പൊടിച്ചതും നല്ല ടേസ്റ്റാണ്. ഒന്നുമില്ലാതെയൊക്കെ ഇരിക്കുന്ന ഈ കട്ടൻ ചായക്ക് കുടിക്കാൻ ഒന്നുമില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമുക്ക് റേഷൻ അരി കിട്ടുമല്ലോ. അപ്പം അത് ഇങ്ങനെ കഴുകി വാരി ഇതുപോലെ വറുത്ത് പൊടിച്ച് ഒരു ശകലം തേങ്ങയിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ട് ഇളക്കി തിന്നാനും അത് നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിത് മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അരി വറുത്ത് ചൂടാറാനായിട്ട് പാത്രത്തിൽ നിരത്തി വെച്ചിട്ടുണ്ട്. അത് ഈ കളറാവണം ഉണ്ടല്ലോ, ബ്രൗൺ കളറായി. ഇനി അടുത്തത് തേങ്ങ വറുക്കാം. തേങ്ങ വറുക്കാനായിട്ട് ആ അരി വറുത്ത ഇരുമ്പിച്ചട്ടിയിൽ തന്നെ തേങ്ങ വറുത്തെടുക്കാം. ഈ വറുത്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കണം, എന്തോ ഒരു ടേസ്റ്റാണെന്നാ. അല്ലാതെ ഈ പച്ച അരി പൊടിച്ച് തേങ്ങയിട്ട് ഇളക്കിയിട്ട് പിന്നെ വറുക്കും, അതിനേക്കാളും ടേസ്റ്റാണിത് ഇതിങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ നമുക്ക് ഇച്ചിരി പാടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റിൽ കഴിക്കാം. പാടെന്ന് പറഞ്ഞാൽ ആദ്യം അരി വറുക്കണം, പിന്നെ തേങ്ങ വറുക്കണം. അപ്പം ആ ഒരു പാട് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കൂല, പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ വേറൊന്നും ചേർക്കുകയൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാക്കണത്, പക്ഷെ നല്ല രുചിയാണ് കഴിക്കാൻ. തേങ്ങ അങ്ങനെ കളർ ആയി വരുന്നുണ്ട്. അപ്പം അതിലേക്ക് 3 ഏലക്കേര അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു മണത്തിന് വേണ്ടിയാണ്, ചെറിയ രുചിയും കിട്ടും. ചെറുതല്ല, നല്ല രുചി കിട്ടും. പിന്നെ നമ്മൾ അരി കുറച്ചല്ലേ ഉള്ളൂ, നാഴി അരിയല്ലേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇച്ചിരി ജീരകം ഇതും കൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ നെയ്യല്ല ചേർക്കണം, ഒരു ശകലം സൺഫ്ലവർ ഓയിലാണ് ചേർക്കണം, നെയ്യല്ല കേട്ടോ. ഈ സൺഫ്ലവർ ഓയിൽ നെയ്യ് ചേർക്കുന്നതിന് പകരമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പം തന്നെ മണം വരുന്നുണ്ട്, നല്ല മണം. ആ ഏലക്കയുടെയും ജീരകത്തിൻ്റെയും
എല്ലാം കൂടെ ഈ തേങ്ങയിൽ നന്നായി ഇളക്കി കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അരി ചൂടാറിയിട്ടുണ്ട്, വറുത്തത് വേണ്ട. അതുപോലെ തേങ്ങയും വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തേങ്ങയും കൂടെ ഒന്ന് ചൂടാറിട്ട് അത് പഞ്ചസാര ആ ചട്ടി തന്നെ എടുത്തത് കേട്ടോ, വേറെ ഇതാക്കണ്ട, ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതാ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചെറുനൂൽ പരുവമായി വറുത്തൊക്കെ രീതിക്ക് വരെ നമുക്കത് ഇളക്കി കൊടുക്കാം. അരിയും തേങ്ങയും കൂടി വേണ്ട വറുത്തത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഏലക്കയുടെയും ജീരകത്തിൻ്റെയും ചീനിയാവിൻ്റെ ഒരു മണം വരുന്നുണ്ട് നല്ല. അപ്പം ഇത് നമുക്കിനി നമ്മൾ പഞ്ചസാര പാനിയാക്കിയതിന് ശേഷം ബാക്കി റെഡിയാക്കാം. ഒരു നൂൽ പരുവായിട്ടുണ്ട്. ഇപ്പം നമുക്കിനി തീ ഓഫാക്കി ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കി ഇട്ടതിന് ശേഷം ഈ മാവ് ഇതിലോട്ട് ഇടാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അങ്ങനെ മാവെല്ലാം ഞവടി ഇതാ കിണ്ടി ബോൾസുകളാക്കി ഞാൻ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ചൂടോടെ തന്നെ ഞവിടണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല, എങ്കിലേ ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ബോൾസുകളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഓരോന്നും അപ്പം നമ്മൾ കുറച്ച് പൊടിച്ചത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേണ്ടല്ലോ, ഇതിലോട്ട് ഇങ്ങനെ വരവണം പൊടി ഇങ്ങനെ വേണ്ട ഇങ്ങനെ ഓരോന്നും ഇതിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പം എല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അരിയുണ്ട റെഡി ആയിട്ടുണ്ട്, അവലോസുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടല്ലോ, നല്ല ടേസ്റ്റും ഉണ്ട്. ഇത് വറുത്തെടുത്തപ്പോൾ തന്നെ നല്ല മണമായിരുന്നു. അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.